ഞാൻ ഒന്നുകൂടി ചോദിച്ചോളൂ, ഇപ്പൊ പൊളിറ്റിക്സിലേക്ക് വന്നാല് ഈ ഘട്ടത്തിലും മത്സരിക്കണമെന്ന് അങ്ങ് ആഗ്രഹിച്ചില്ലേ ശരിക്കും ഒരു തവണ കൂട്ടി? ഇല്ല, ഞാൻ ആ സമയത്തൊക്കെ എൻ്റെ ഏത് ഇന്റർവ്യൂ നോക്കി കഴിഞ്ഞാലും മത്സരിക്കണമോ മത്സരിക്കണ്ടേ എന്ന് തീരുമാനിക്കാൻ പാർട്ടിയാണ്. പക്ഷെ ഞാൻ കയറിയിട്ട് ഞാൻ മത്സരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതെന്താ പറയാത്തെന്ന് വെച്ചാൽ അത് പറയേണ്ടതും പാർട്ടിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഞാൻ മത്സരിക്കില്ല എന്ന് പറയുമ്പോൾ എന്താ, ഞാനാണ് അവിടെ, ഞാനെന്ന് പറയുന്ന ഒരു സാധനം അതിനകത്ത് കയറി വരുന്നുണ്ട്. നീ മത്സരിക്കണമോ മത്സരിക്കണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടി ആയതുകൊണ്ട് പാർട്ടിയുടെ കാര്യത്തിന് വേണ്ടി. പാർട്ടി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കോഴിക്കോട് സൗത്തിലെങ്ങ് മത്സരിക്കാൻ വില്ലിങ് ആവുമായിരുന്നു. ഞാൻ പറയുന്നത് പാർട്ടി എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിമിതികൾ പാർട്ടിക്ക് അറിയാം. അപ്പോൾ ഒരു ചൊറുചുറുക്കൾ നമുക്ക് പഴയ കാലത്ത് ഓടി നടന്ന് വോട്ട് പിടിക്കാനൊന്നും കഴിയില്ല എന്നുള്ളൊരു സാധനം എൻ്റെ ഉള്ളിലുണ്ട്. നമ്മളുടെ പരിമിതികൾ മനസ്സിലാക്കണമല്ലോ. ആ കാര്യമൊക്കെ പാർട്ടിക്കും അറിയാം. കാരണം അവരും എൻ്റെ ആരോഗ്യത്തിനാണ് പ്രാധാന്യം മുൻഗണന തന്നിട്ടുള്ളത്. അതും ഒരു തരത്തിലുള്ള ചേർത്ത് പിടിക്കലല്ലേ. അവൻ്റെ ആരോഗ്യം അവൻ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഒരു ചേർത്ത് പിടിക്കലായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് സീറ്റ് കിട്ടാഞ്ഞതിൽ വിഷമമല്ല ഉള്ളത്, അതെ, ആ ചുമതല ഏൽപ്പിക്കാഞ്ഞതിൽ സന്തോഷമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ചിലപ്പം നമുക്കത് വിജയകരമായി പൂർത്തീകരിക്കണ്ടേ. ആ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ പൂർത്തീകരിക്കണമല്ലോ. അപ്പം ചിലപ്പം അതിന് സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ അത് പാർട്ടിയെയാണ് ബാധിക്കുക. അപ്പോൾ പാർട്ടിക്ക് ഒരു പോറൽ ഞാൻ കാരണം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അത് കഴിഞ്ഞ് പാർട്ടിയോട് ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. സാധിക്കല് തങ്ങൾ പിന്നീട് പറഞ്ഞു, എൻ്റെ അടുത്ത് വന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് അത് പറഞ്ഞാൽ മതി. അപ്പോൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അദ്ദേഹം വീണ്ടും വിളിച്ചു, എന്താണ് ചെയ്യേണ്ടത് എന്ന്. തങ്ങൾക്ക് എന്താണോ അത് പറഞ്ഞോ അതിൻ്റെ കൂടെ ഞാനുണ്ടാവും. 100%. അത് കഴിഞ്ഞ് ഞാൻ അപ്പം തന്നെ പത്രക്കാരെ കണ്ടിട്ട് എൻ്റെ പൂർണ്ണമായ പിന്തുണ ഈ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്നതിലുണ്ടാകും. ഈ ജീവിതത്തിൽ ഇത്രയും ഘട്ടമെത്തി, ജീവിതത്തിൽ നിന്ന് പഠിച്ച അല്ലെങ്കിൽ ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട്, അവരുടെ അടുത്ത് കൊടുക്കാനുള്ള ഒരു ലൈഫിൽ നിന്ന് കിട്ടിയൊരു മെസ്സേജ് എന്താ? ഈ ഒരുപാട് ഇന്നോവേറ്റീവ്, എന്നാൽ ഈ പറയുന്ന പോലെ കച്ചവടം എന്ന് പറയുന്നത് വഴങ്ങില്ല എന്ന് മനസ്സിലായി. പക്ഷേ പുസ്തകശാല, ഞാൻ പറഞ്ഞ പോലെ മാധ്യമം, രാഷ്ട്രീയം, പഠിച്ച പ്രൊഫഷൻ വേറെ, എല്ലാം തൊട്ട് പോയി എന്നുള്ളതല്ലാതെ ഒന്നും നമുക്ക് ഒന്നിലേക്കും അങ്ങനെ ഇറങ്ങി ചെല്ലാൻ പറ്റത്തില്ല. ഇപ്പം എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞ പുസ്തകങ്ങളാണ്. ഈ മുറി ലൈബ്രറി പോലെ. പിന്നെ ഞാൻ വേറൊരു ഒരു വാടകയ്ക്കൊരു വീടുണ്ടായിരുന്നു. പിന്നെ അത് കുറേ ആൾക്കാർ കൂടിയിട്ട് CH ലൈബ്രറിയിൽ നിന്ന് ഞാൻ പേരൊക്കെ ഇട്ടിട്ട് 10,000-20,000 പുസ്തകം അവിടെ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പാടണമെന്ന് ആഗ്രഹിച്ച് കുറച്ച് പാട്ട് പഠിക്കാനൊക്കെ പോയി. പകുതി വെച്ച് ഈ പാട്ട് പഠിപ്പിക്കുന്നവർക്ക് പാട്ട് മറന്നു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തി. കാരണം എല്ലാ ക്ലാസ്സിലും ഞാൻ പങ്കെടുക്കില്ല. തബല പഠിക്കാൻ നിന്നു. അവസാനം തബല മാസ്റ്റർക്കും പൂർത്തിയാക്കാൻ മതിയായി. അതെ, ചില രാത്രികൾ പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ പറ്റാതെ പോയ, നടക്കാതെ പോയ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? അങ്ങനെ ഒരു ആരോഗ്യം ശ്രദ്ധിക്കാൻ പറ്റാതെ പോയതാണോ? അപ്പൊ എൻ്റെ അടുത്ത് ഒരു സുഹൃത്ത് സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്, കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും സുന്ദരനായിരുന്നു എന്ന്. ഇപ്പോഴും സുന്ദരനാണ് കേട്ടോ, ആയിരുന്നു എന്നുള്ളതന്നെ. രണ്ടാമത്തേത്, അങ്ങയുടെ ആ പാട്ടുപാടും, ചിത്രം വരയ്ക്കും, രാഷ്ട്രീയമുണ്ട്, പഠിച്ചത് മെഡിക്കൽ സയൻസ്, മകൻ CHന്റെ മകൻ. ഇത്രയും ടാഗ്ലൈനുള്ള കേരളത്തിൽ ഒരു നേതാവുമില്ല. CHന്റെ മകൻ മുതൽ പേഴ്സണലായി അങ്ങേക്ക് കിട്ടിയ അങ്ങയുടെ ടാലന്റ് വരെ ആ അർത്ഥത്തിൽ അതെപ്പോഴെങ്കിലും ഉപയോഗപ്പെടുത്താനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ വളരെ വൈകിയാണ് ഓരോന്നും ആലോചിക്കുക. കാരണം ഈ ചിട്ടയായ ജീവിതമാണല്ലോ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനം. കൃത്യമായ ഉറക്ക്, കൃത്യമായിട്ടുള്ള വ്യായാമം, കൃത്യമായ ഭക്ഷണം, ഇത് മൂന്നും എനിക്കുണ്ടായിട്ടില്ല. ഉറക്കം പലപ്പോഴും എനിക്ക് ഇൻസോമിനിയ എന്ന് പറയുന്ന ഉറക്കമില്ലായ്മയാണ് എന്നെ അലട്ടിയ പ്രശ്നം. ഇപ്പോഴുണ്ടോ ഈ പ്രശ്നം? ഉണ്ട്. പൂർണ്ണ ഉറക്കം കിട്ടുന്നില്ല. 2-3 മണിക്കൂറൊക്കെ ശരിക്കും ഒരു ഡീപ്പ് സ്ലീപ്പിലൊക്കെ ഉണ്ടാവും. 2 ഭക്ഷണം
ഭക്ഷണപ്രിയൻ അത് എൻ്റെ പിതാവിൻ്റെ ജീനാണ് എനിക്കുള്ളത്. അദ്ദേഹം ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, നമ്മുടെ പാർട്ടിയിലെ ഏറ്റവും പ്രധാനം സഹനശക്തിയും ദഹനശക്തിയും ഉണ്ടാകണം, തീയിൽ ഉണ്ടാവണമെങ്കിൽ. അപ്പം ദഹനശക്തി ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ചിലപ്പം 3 പ്രാതൽ, അതേപോലെ വൈകുന്നേരം 3 ഡിന്നർ. അപ്പം നമ്മൾക്ക് 3 നേരത്തെ ഭക്ഷണം എന്നുള്ളത് 8 നേരത്തെയും 9 നേരത്തെയും ഭക്ഷണം. അത് തന്നെയാണ് ഞാനും പിൻപറ്റിയത്. കാരണം കല്യാണ വീടുകളിൽ പോകുമ്പോൾ എല്ലാ വീടുകളിലും അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും. അത് എൻ്റെ ആരോഗ്യത്തെ വല്ലാതെ ബാധിച്ചു. കാരണം ഞാൻ 30-ാം വയസ്സിൽ തന്നെ എനിക്ക് പ്രമേഹം പിടിപെട്ടു. അത് പിന്നെ ശ്രദ്ധിക്കാതെ വന്നപ്പോൾ അത് ന്യൂറോപ്പതിയായി മാറി. അപ്പം കാല് തരിപ്പുകൾ വന്നു. അതാണ് എൻ്റെ നടത്തത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോയി. ഇതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്നും ഒരു ആരോഗ്യ പ്രശ്നത്തിൻ്റെ പേരിൽ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു.